സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിച്ചേക്കും. 100 രൂപ മുതൽ 200 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ധനമന്ത്രിയുടെ പരിഗണനയിലുണ്ട്. നിലവിൽ 1600 രൂപ വീതമാണ് പ്രതിമാസം ക്ഷേമ പെൻഷനായി നൽകുന്നത്. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ പൂർണ്ണമായും ഒഴിവാക്കി പെൻഷൻ ചെലവ് കുറയ്ക്കും. ഒന്നാം പിണറായി സർക്കാരിന് ഭരണ തുടർച്ച നേടിക്കൊടുത്ത ക്ഷേമ പദ്ധതികൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുടങ്ങിയത് തിരിച്ചടിയായിരുന്നു. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായെന്നും വിലയിരുത്തലുണ്ട്. ഈ അടിസ്ഥാന വർഗത്തിന്റെ പിന്തുണ തിരിച്ചുപിടിക്കേണ്ടത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അനിവാര്യമാണെന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് തയ്യാറാക്കുന്നത്. പക്ഷേ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൽ ഇത് എത്രത്തോളം സാധ്യമാകുമെന്ന ചോദ്യമാണ് ധനമന്ത്രിക്ക് മുന്നിലുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിന് മുൻഗണന നൽകി കുടിശ്ശിക കൊടുത്തു തീർക്കാനാകും ധനവകുപ്പ് ഊന്നൽ നൽകുക. അതേസമയം തുകയിൽ ചെറിയ വർധനവെങ്കിലും പെൻഷന്റെ കാര്യത്തിൽ വരുത്തിയേക്കാമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ പ്രതിമാസം നൽകുന്ന 1600 രൂപയിൽ 100 രൂപ മുതൽ 200 രൂപ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ധനമന്ത്രിയുടെ പരിഗണനയിലുണ്ട്. അതോടൊപ്പം അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ പൂർണ്ണമായി ഒഴിവാക്കി പെൻഷൻ ചെലവ് കുറയ്ക്കും. പ്രതിമാസം പെൻഷൻ കൈപ്പറ്റുമ്പോൾ തന്നെ മസ്റ്റർ ചെയ്യുന്ന പരിഷ്കാരവും ആലോചനയിലുണ്ട്. പെൻഷൻ വിതരണം ചെയ്യുന്നതിന് പണം കണ്ടെത്താൻ കഴിഞ്ഞ വർഷം ഇന്ധനത്തിനും മദ്യത്തിനും സെസ് ഏർപ്പെടുത്തിയതുപോലെ മോട്ടോർ വാഹന നികുതി, ഭൂനികുതി തുടങ്ങിയവയ്ക്ക് മേൽ സെസ് ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.